വയനാട് കളക്ട്രേറ്റിൻ്റെ ഓരത്തായി ഒരു സമരപ്പന്തലുണ്ട്. ഒരു കുടുംബം അവിടെ സമരം തുടങ്ങിയിട്ട് 3080 ദിവസങ്ങൾ കഴിയുന്നു. വനംവകുപ്പ് അന്യായമായി തട്ടിയെടുത്ത 12 ഏക്കർ ഭൂമി തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ സമരം. ഭൂമി പ്രശ്നം സംബന്ധിച്ച് കളക്ടർ രേണു രാജ് സർക്കാരിന് സമർപ്പിച്ച സമഗ്ര റിപ്പോർട്ടിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഇപ്പോൾ ഈ കുടുംബം. വയനാട് കൽപ്പറ്റയിൽ കളക്ട്രേറ്റിന്റെ പ്രധാന കവാടത്തിനരികെ കാണാം ഒരു സമരപ്പന്തൽ. ഇവിടെ ഇപ്പോൾ കട്ടക്കയം ജെയിംസ് എന്ന മനുഷ്യൻ രാപ്പകൽ ഇല്ലാതെ തുടരുന്നുണ്ട് പോരാട്ടം. അടിയന്തരാവസ്ഥക്കാലത്ത് വനംവകുപ്പ് അന്യായമായി തട്ടിയെടുത്ത 12 ഏക്കർ ഭൂമി തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് 5 പതിറ്റാണ്ടോളം നീണ്ട സമരചരിത്രത്തിന്റെ തുടർച്ചയാണിത്. ജെയിംസിന്റെ ഭാര്യ പിതാവ് ജോർജും സഹോദരൻ ജോസും വയനാട്ടിലെ തൊണ്ടർനാട് ഭൂമി വില കൊടുത്തു വാങ്ങിയത് 1967. 1983 വരെ ഈ സ്ഥലത്ത് കൃഷി ചെയ്തു. റവന്യൂ വകുപ്പ് നികുതി സ്വീകരിച്ചു. ഇതിനിടെ ഇത് നിക്ഷിപ്ത വനഭൂമി എന്ന് പറഞ്ഞ് വനം വകുപ്പ് രംഗത്തെത്തി. 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് നിയമം ഉപയോഗപ്പെടുത്തി 1976 ഈ ഭൂമി വനം വകുപ്പ് പിടിച്ചെടുക്കുകയായിരുന്നു. 1985 കോഴിക്കോട് ഫോറസ്റ്റ് ട്രിബ്യൂണൽ ഈ ഭൂമിയുടെ ആധാരം റദ്ദാക്കി. ഈ നടപടി തെറ്റായിരുന്നുവെന്നും ഭൂമി കാഞ്ഞിരത്തിനാൽ കുടുംബത്തിലേത് തന്നെയെന്നും രേഖകൾ സാക്ഷ്യം പറയുമ്പോഴും നീതി അകലെയാണ്. ജോർജിന്റെ മരണശേഷം മരുമകനായ ജെയിംസ് സമരത്തിന്റെ വഴി തുടരുകയാണ്. ചേത്തമ്മ തോമസ് എന്ന് പറയുന്ന ജന്മി 23,752 രൂപ 9 അണയ്ക്ക് ലേലത്തിനെടുത്ത ഭൂമിയാണിത്. ആ ഭൂമിയിൽ നിന്നാണ് ഇവർ ഈ 67 12 ഏക്കർ സ്ഥലം ഈ കാഞ്ഞിരത്തിനാൽ ജോസ് എന്ന് പറയുന്ന ആൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ആ ഭൂമിയിലാണ്, അതാണ് 67 ആ ഭൂമിയാണ് 71 നിയമത്തിൻ്റെ പരിധിയിൽപ്പെട്ടെന്ന് പറഞ്ഞ് രേഖ റദ്ദ് ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തെ ഇവരെ ഉപദ്രവിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി പ്രതീക്ഷ കലക്ടറുടെ റിപ്പോർട്ടാണ്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള നാൾ വഴികളും കണ്ടെത്തലുകളും കലക്ടർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് അനുകൂലമായ നിർദ്ദേശങ്ങളും കാലങ്ങളായുള്ള റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടുകളും ചേർത്താണ് സമഗ്ര വിവരങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. വനം വകുപ്പിന്റെ പിഴവാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് പിന്നിലെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ കമ്മീഷനെ നിയോഗിക്കുകയോ വിജിലൻസ് പോലുള്ള ഏജൻസികളെ ഉപയോഗിക്കുകയോ വേണമെന്നും ശുപാർശ ചെയ്യുന്നതാണ് റിപ്പോർട്ട്. 24 വയനാട്.